ദൈവശബ്ദത്തിൽ മുട്ടുമടക്കുന്നവർക്ക് ആ അനുഗ്രഹം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾക്കറിയാം, കർത്താവിൻ്റെ മേശ നടക്കുന്ന സമയത്ത്, കർത്താവ് അവസാനത്തെ അത്താഴ സമയത്ത് കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. എല്ലാവരും ചോദിച്ചു ഞാനാണോ? യൂദായും ചോദിച്ചു ഞാനാണോ? നീയാന്ന് പറഞ്ഞു ഏറ്റെടുത്തില്ല. എന്ത് ചെയ്തു? ആ വഴി പോയി. സ്തോത്രം. ഒരു കാര്യം ഓർത്തോണം, നമ്മളെക്കുറിച്ചുള്ള, നമ്മൾ എവിടെ വീണിരിക്കുന്നുള്ളൂ. ഇന്നലെ കർത്താനദാസൻ പറഞ്ഞു, നമ്മൾ എവിടെ വീണെന്നുള്ളത് നമുക്കേ അറിയത്തുള്ളൂ. ദാവീദിൻ്റെ പ്രാർത്ഥന 51-ാം സങ്കീർത്തനത്തിന് അത് ഭയങ്കര ഒരു പ്രാർത്ഥനയാണ്. ദൈവം എന്നെ നന്നായി ഒന്ന് കഴുകണമേ. പാപത്തെക്കുറിച്ച് ബോധം വരുമ്പോൾ അവിടെ മുട്ടുമടക്കുന്നൊരു പൈതലിന് വേണ്ടി ദൈവത്തിൻ്റെ കൃപ അവിടെ ഉണ്ട്. സ്തോത്രം. ആരാണ് യേശുവിനെ ഫോളോ ചെയ്യുന്നത്? യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ, സ്തോത്രം, യേശുവുമായിട്ടുള്ള യാത്രയിൽ, യേശു പറയുന്ന കേട്ട് കർത്താവിനോട് യാത്ര ചെയ്യുന്ന വ്യക്തി എന്ത് ചെയ്യത്തില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല. നമുക്കറിയാം, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടെന്നാൽ കാണാതായി. അതിനർത്ഥം അറിയോ, ദൈവവിളി കേട്ടാൽ, ദൈവത്തെ ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരിടത്തുകൂടെ മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ, 2 സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ടത്. സ്തോത്രം. ഒരു കാര്യമുണ്ട്, എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. യെശയ്യാവിന്റെ പുസ്തകം പറയുവാണ്, എല്ലാവരും തെറ്റിപ്പോയി, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല, തെറ്റാത്ത ആരുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, തെറ്റിയ നമ്മളെ തേടിയ കർത്താവ് വന്നത്. ഇനി 99 നീതിമാന്മാരെക്കാളും പാപം ഏറ്റു പറയുന്ന ഒരു വ്യക്തിയുടെ മേൽ സ്വർഗം പ്രസാദിക്കുക. അപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ എന്താ അറിയോ, ഏത് വ്യക്തിക്കും എപ്പോഴും അത് പറഞ്ഞില്ലേ, നിന്റെ പാപം കടും ചുവപ്പാണേലും ഹിമം പോലെ വിളിപ്പിക്കാന്ന് പറഞ്ഞ, ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി പോലും നിങ്ങളുടെ രക്ഷ ഒരു പാസ്റ്റർക്കോ ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഒരു നിയമത്തിനോ ഒരു ട്രഡീഷനോ എടുത്ത് കളയാൻ പറ്റുന്ന കാര്യം, കർത്താവ് ചില നിയമങ്ങൾ വെച്ചല്ല നമ്മളെ സ്നേഹിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. മോശയുടെ ഹല്ലേലൂയ പ്രമാണം പോലല്ല നമ്മുടേത്, കർത്താവ് മുഖാന്തരം കൃപയാ ലഭിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ന്യായപ്രമാണം വായിക്കുമ്പോഴൊക്കെയും ഹല്ലേലൂയ നമുക്ക് ഭയവും ഭീതിയൊക്കെ ഉണ്ട്. സ്തോത്രം. പക്ഷേ യേശുവിൽ കൂടെ നമുക്ക് കൃപ. അതിനർത്ഥം അറിയോ, ഏതു സമയം എന്താ അറിയോ, കേറിയ കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങും. പക്ഷെ ഏത് സമയവും നമ്മുടെ ജീവിതം പോകുന്നതിന് മുമ്പേ, കർത്താവിന്റെ വരവിന് മുമ്പേ, അറ്റ് എനി ടൈം യു ക്യാൻ കം. ഹല്ലേലൂയ. എന്നെ അറിയോ, ആ കർത്താവിന്റെ സ്നേഹത്തോടുള്ള മാടി വിളിച്ചുകൊണ്ടിരിക്കുക.